അപ്പോൾ നമ്മളിവിടെ റമ്മാണ് ഇതിനകത്ത് ചേർത്ത് സോക്ക് ചെയ്യാനായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ചെറിയ കുപ്പിയാണ് വാങ്ങിച്ചത്. വലുത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പണിയാവും, അതുകൊണ്ട് നമ്മൾ ചെറുതാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും വൈനോ എന്നാന്ന് വെച്ചാൽ വീട്ടിലുള്ള പോലെ നമുക്ക് അല്ലെങ്കിൽ വാങ്ങിച്ചിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാജിദ ബിബിൻ. ബിബീസ് ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ചേഞ്ച് ആയി എല്ലാവരും അറിഞ്ഞാണല്ലോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, സമയം കിട്ടുന്നില്ല, അത് തന്നെ. അപ്പോൾ നമ്മൾ ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്, നമുക്ക് ക്രിസ്മസ് ഒക്കെ വരുവാണല്ലോ. ക്രിസ്മസിന് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമേ മനസ്സിലേക്ക് വരുന്നത് എന്താ, കേക്കല്ലേ. അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ കേക്ക് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയാലോ. അപ്പോൾ നമ്മളിത് പ്ലം കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പീസ് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പ്ലം കേക്ക് തയ്യാറാക്കുന്നതിന് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ആദ്യമായിട്ട് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അധിക സാധനങ്ങളൊന്നും ഇല്ല, നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, അണ്ടിപ്പരിപ്പ്, 2 വെള്ളമുന്തിരിയും കറുത്ത മുന്തിരിയും, പിന്നെ ബദാം പരിപ്പ്, ചെറി, ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട. പിന്നെ നമ്മൾ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് റമ്മാണ്. ഒരു 10 ദിവസമെങ്കിലും നമ്മൾ മാക്സിമം വെച്ച് കൊടുക്കണം. അതിൽ കൂടുതൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു 10 ദിവസത്തേക്കാണ് നമ്മളിത് സോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഗ്ലാസ് ജാർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് എടുത്ത് വയ്ക്കുന്നത്. നമുക്കിനി ഓരോ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പകുതി നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. കറുത്ത മുന്തിരിയ ഇട്ട് കൊടുക്കുന്നത്. എല്ലാം പാതി ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് 2 ഇതായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി അടുത്തത് അണ്ടിപ്പരിപ്പ്, ഇനി ചെറി ഇട്ട് കൊടുക്കാം. ബദാം, നടുഭാഗത്തായിട്ട് നമുക്ക് ഏലക്കായും ഗ്രാമ്പും കറുവപ്പട്ടയെല്ലാം ഇട്ട് കൊടുക്കാം. ഏലക്ക നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊളിച്ചിട്ട് കൊടുക്കാം. ചതയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് 2 ആക്കി ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ 2 ലെയറായിട്ടാണ് വെക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത് വീണ്ടും ഒന്നുകൂടെ വെളുത്ത മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുന്നു, ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നു. വീട്ടിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിത് ഇത്ര സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചു വെച്ചിരുന്നത്. ഇത് മുഴുവനായിട്ടും ഇതെല്ലാം മിക്സ് ചെയ്യുന്ന രീതിക്ക് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ആവശ്യത്തിന് അതെല്ലാം കവർ ചെയ്ത് കിടക്കണം. അത് അടച്ചിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാ ഭാഗത്ത് വരുന്ന രീതിയിൽ നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ കുപ്പിയാണ് വാങ്ങിച്ചത്, വലുത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പണിയാവും, അതുകൊണ്ട് നമ്മൾ ചെറുതാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് ഷേക്ക് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് തയ്യാറാക്കാം. ഇടയ്ക്കൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിത് ഭദ്രമായിട്ട് എവിടെയെങ്കിലും മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.